ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തൻ വെച്ചിട്ടൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല പഴുത്ത മത്തനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ആവശ്യത്തിനിട്ടിട്ട് മത്തൻ വേവാനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, മത്തൻ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ് കേട്ടോ. അരമുറി തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, ചെറിയ വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും വേണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് അരച്ചെടുക്കുക. അതിനിടയിൽ കൂടെ മത്തം വെന്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടെ. എല്ലതും അല്ല, ഒരു 5-6 കഷ്ണം നമ്മൾ ഉടച്ച് കൊടുത്തിട്ട് ആ അരപ്പ് അതിലോട്ടാണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അതിൻ്റെ കൂടെ തന്നെ, അരപ്പിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിക്കും വേണ്ടിയിട്ട് തക്കാളിയോ മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ആ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ പോരാന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിള വരണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ തിള വന്നിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് വറവാണ് ഇടാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുകും അതുപോലെ വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയും വരാം. താങ്ക്